ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങി. തന്റെ സ്വകാര്യതയെ ബാധിക്കുന്ന എന്തെങ്കിലും റിപ്പോർട്ടിലുള്ളതായി തെളിയിക്കാൻ ഇതിനെതിരെ ഹർജി നൽകിയ നിർമ്മാതാവിന് കഴിഞ്ഞിട്ടില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അറിയാനുള്ള അവകാശവും സ്വകാര്യതയുടെ സംരക്ഷണവുമാണ് ഈ കേസിലെ രണ്ട് ഘടകങ്ങൾ. ഇവിടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ വിവരാവകാശ കമ്മീഷൻ തന്നെ നൽകിയിട്ടുണ്ട്. ഊഹാപോഹങ്ങൾ മാത്രമാണ് ഹർജിക്കാരനായ സജിമോൻ പാറയിൽ ഉന്നയിക്കുന്നത്. ഇത് അംഗീകരിക്കാനാവില്ല. മാധ്യമങ്ങൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും കോടതി തള്ളി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന ചർച്ച സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾക്ക് മറ്റ് താൽപ്പര്യമുണ്ടെന്ന ഹർജിക്കാരന്റെ വാദം അംഗീകരിക്കാനാവില്ലെന്നും ജസ്റ്റിസ് VG അരുൺ ഉത്തരവിൽ വ്യക്തമാക്കി. പൊതുതാൽപര്യം മുൻനിർത്തിയാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെ ഹൈക്കോടതിയും ശരിവെച്ചത്. കോടതി ഉത്തരവിനെ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വാഗതം ചെയ്തു. പ്രശ്നങ്ങൾ എന്താണ് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാവേണ്ടതായിട്ടുണ്ട്. സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഉതകുന്ന സാഹചര്യം നടപ്പിൽ വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ട് പുറത്തുവിടണമെന്നത് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും പ്രതികരിച്ചു. സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലുമുള്ള എല്ലാ ആളുകളെയും എന്ന് വെച്ചാൽ വിവിധ സെക്ടറുകളിൽ പ്രവർത്തിക്കുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കോൺക്ലേവ് കൊച്ചിയിൽ ഇപ്പോൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഈ മാസം 19 വരെയാണ് സർക്കാരിന് ഹൈക്കോടതി സമയം നൽകിയിരിക്കുന്നത്. ഇതിനുള്ളിൽ ഏത് ദിവസം വേണമെങ്കിലും സർക്കാരിന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവർക്ക് റിപ്പോർട്ട് കൈമാറാം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.